ന്യൂസ് ഡെസ്കിൽ നിന്ന് പി ജെയിംസ് കൂടി ചേരുകയാണ്. ജെയിംസ് സാറ് ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പോൾ സാറിനാണെങ്കിലും SKN-നാണെങ്കിലും ഒക്കെ ഒരുപാട് അടുപ്പമുള്ള ഒരു വ്യക്തിയാണ്. ഒപ്പം തന്നെ നിരവധി മാധ്യമപ്രവർത്തകരെ അവരെ കണ്ടെത്തുന്നത് മുതൽ അവരെ പരിശീലിപ്പിക്കുന്നതും അവർക്ക് വേണ്ട അവസരങ്ങൾ, വാതിലുകൾ തുറന്നു കൊടുക്കുന്നതുമൊക്കെ ഈ ബാബു സാറുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പേരുടെ അനുഭവ പരിചയങ്ങളൊക്കെ കേട്ടിട്ടുള്ളതാണ്. ഒപ്പം തന്നെ ഈ ഡിജിറ്റൽ മീഡിയ എന്ന് പറയുന്നത് മുൻകൂട്ടി കണ്ട് ആ മേഖലയിൽ കേരള ടൂറിസത്തിന് നൽകിയ സംഭാവനകൾ ഇതൊക്കെ നമ്മൾ ഇപ്പോൾ ഓർക്കുകയാണ്. ക്രിസ്റ്റീന, NRS ബാബു സാറ് അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. കേരളകൗമുദിയിൽ ഞാൻ ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കടന്നുപോയി എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു വാർത്തയാണ്. ഒരുപക്ഷെ കേരളത്തിലെ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളൊക്കെ വലിയ കോളിളക്കം സൃഷ്ടിച്ച വാർത്തകൾ കൊണ്ടുവരികയും രംഗത്ത് അതായത് പത്രപ്രവർത്തന മേഖലയിൽ വലിയ സംഭാവന ചെയ്ത ആളാണ് NRS ബാബു സാറ്. പ്രത്യേകിച്ച് കേരളത്തിലെ ആദ്യത്തെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൻ്റെതായിട്ട് അറിയപ്പെടുന്ന കാട്ടുകള്ളന്മാർ, അത് കേരളകൗമുദിയുടെ ചീഫ് എഡിറ്ററായിരുന്ന MS മണി സാറ് ആ പുസ്തകം എഴുതിയതാണ്. പിന്നീട് അത് വലിയ ചർച്ച ചെയ്തതാണ്. അന്ന് കെ കരുണാകരൻ്റെ നേതൃത്വത്തിൽ ഡോക്ടർ KG അടിയോടി വനം വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ വനം കൊള്ളയെക്കുറിച്ച് വളരെ ഇൻവെസ്റ്റിഗേറ്റീവായിട്ട് വന്ന സ്റ്റോറികളാണ്. അതിൽ NRS ബാബു സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം അവർ വനത്തിനുള്ളിൽ പോയി മരം വെട്ടിനെ കുറിച്ചുള്ള വളരെ എക്സ്ക്ലൂസീവായിട്ടുള്ള വാർത്തകൾ കൊണ്ടുവന്ന് കേരള രാഷ്ട്രീയത്തെയും കേരള നിയമസഭയെയും ഇളക്കി മറിച്ച കണ്ടെത്തലുകളാണ് നടത്തിയത്. അന്ന് അതിന് നേതൃത്വം നൽകിയത് കേരളകൗമുദിയുടെ ചീഫ് എഡിറ്റർ MS മണി സാറായിരുന്നു. ആ പുസ്തകം വരികയും ഡോക്ടർ KG അടിയോടിക്കെതിരെ വലിയ ആരോപണങ്ങൾ വരികയും ചെയ്തു. അന്ന് KG അടിയോടിയെ രക്ഷിക്കാൻ വേണ്ടി അന്നത്തെ മുഖ്യമന്ത്രി K കരുണാകരൻ രംഗത്ത് വന്നു എന്ന് അത് ഐ ഗ്രൂപ്പായി മാറുകയും പിന്നീട് കേരളകൗമുദിക്ക് പിന്തുണയുമായിട്ട് വന്ന് AK ആൻ്റണി, വയലാർ രവി, ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ A ഗ്രൂപ്പായി. അപ്പോൾ ഐ ഗ്രൂപ്പും A ഗ്രൂപ്പും ഉണ്ടാവാനുള്ളൊരു കാരണം കേരളകൗമുദിയിൽ മണിസാറിൻ്റെ പിന്തുണയോടെ NRS ബാബു കൊണ്ടുവന്ന ഈ വനം കൊള്ളയെക്കുറിച്ച് കാട്ടുകള്ളന്മാർ എന്നുള്ള ലേഖന പരമ്പരയായിരുന്നു. 1960കളിലും 70കളിലൊക്കെ വലിയ ചരിത്രം സൃഷ്ടിച്ച വാർത്തകളുടെ പിറകിൽ NRS ബാബു സാറുണ്ടായിരുന്നു. ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്ന വേറൊരു കാര്യം, ഇപ്പോൾ CPM-ലൊക്കെ വിഭാഗീയതയെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ട്. പക്ഷേ ആദ്യമായി CPM-നുള്ളിൽ അവരുടെ സംസ്ഥാന കമ്മിറ്റിയിൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കോഴിക്കോട് സമ്മേളനത്തിൽ 1992 തെരഞ്ഞെടുപ്പ് നടന്നു എന്നുള്ളത് ആർക്കും അറിയില്ലായിരുന്നു. EK നായനാർ പാർട്ടി സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന വാർത്തയാണ് വന്നത്. VS ആയിരിക്കും പാർട്ടി സെക്രട്ടറി എന്നാണെന്ന് വാർത്തകൾ പ്രചരിച്ചിരുന്നത്. പക്ഷേ നായനാരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. 3 ദിവസം കഴിഞ്ഞ് കേരളകൗമുദിയിലെ പ്രധാന വാർത്തയായി റിപ്പോർട്ട് ചെയ്തതാണ് NRS ബാബു സാറാണ് എക്സ്ക്ലൂസീവായിട്ട് റിപ്പോർട്ട് ചെയ്തത്. EK നായനാരും VS അച്യുതാനന്ദനും തമ്മിൽ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരം നടന്നു. 3 വോട്ടിൻ്റെ വ്യത്യാസത്തിന് നായനാർ വിജയിച്ചു എന്ന വാർത്ത ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചർച്ചാ വിഷയമായിട്ടുള്ളതാണ്. അതിൽ എക്സ്ക്ലൂസീവായിട്ട് കൊണ്ടുവന്ന ആളാണ്. പിന്നെ ഇവിടെ നേരത്തെ ക്രിസ്റ്റീന പറഞ്ഞ പോലെ ഇൻവിസ് എന്ന മൾട്ടിമീഡിയ ഡിജിറ്റൽ മീഡിയ രംഗത്തെ മുൻപേ പറക്കുന്ന പക്ഷിയാണ്. 1995 EK നായനാരാണ് ആ ഇൻവിസ് മൾട്ടിമീഡിയ എന്ന മീഡിയ ഇത് തുടങ്ങിയത്. അതിന് തുടക്കം കുറിച്ചത് അതിൻ്റെ ചെയർമാൻ ആയിരുന്നു NRS ബാബു സാറ്. ഒരുപക്ഷെ ലോകമെമ്പാടും മലയാളികളുടെ വലിയ അഭിമാനമായി മാറിയ ഇൻവിസ് മൾട്ടിമീഡിയ കേരള tourism.org എന്ന ഇതിലൂടെ ലോകം മുഴുവൻ കേരള ടൂറിസത്തെ പരിചയപ്പെടുത്തുന്ന പോർട്ടൽ ഉണ്ടാക്കിയത് ഈ ഇൻവിസ് മൾട്ടിമീഡിയ NRS ബാബു സാറിൻ്റെ നേതൃത്വത്തിലാണ്. ഇങ്ങനെ ഒരുപാട്, അതുപോലെ തന്നെ സയൻസ് റിപ്പോർട്ടിങ്ങിൽ വലിയ അഗ്രഗണ്യനായിരുന്നു. ഇപ്പോൾ SKN-ഒക്കെ എപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട്. SKN-ൻ്റെയൊക്കെ ലേഖനങ്ങൾ കലാകൗമുദിയിൽ കൊടുക്കുമ്പോൾ NRS ബാബു സാറായിരുന്നു കലാകൗമുദിയിലെ എഡിറ്ററായി പ്രവർത്തിച്ചിരുന്നത്. വളരെ ധിഷണാശാലിയായ ജീനിയസ് ആയിട്ടുള്ള പത്രപ്രവർത്തകൻ, ഒരുപക്ഷെ കേരളകൗമുദി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ജേർണലിസ്റ്റുകളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാവുന്ന ആൾ. എന്നും എഡിറ്റോറിയൽ മീറ്റിങ്ങിൽ ഞങ്ങളിരിക്കുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ചിന്താ രീതികളൊക്കെ അവതരിപ്പിക്കുകയും എന്താ പറയുക, ഒരുപാട് പത്രപ്രവർത്തന രംഗത്ത് ഇപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ 100 കണക്കിന് ജേർണലിസ്റ്റുകളെ വാർത്തെടുത്ത തലമുതിർന്ന മാധ്യമപ്രവർത്തകനാണ് കടന്നു പോകുന്നത്. അടുത്താണ് KG പരമേശ്വരൻ നായർ, കേരളകൗമുദിയിലെ സീനിയറായിരുന്ന KG സാറ് പോയത്. ഇപ്പോൾ NRS ബാബു സാറ് കൂടി ഇവിടുന്ന് വിട പറയുമ്പോൾ
തലമുതിർന്ന പത്രപ്രവർത്തകരിലെ അവസാനത്തെ കണ്ണികൾ കൂടി കടന്നു പോവുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു എന്താ പറയുക ശിക്ഷ പരമ്പരയെ ഉണ്ടാക്കിയും ഇപ്പം മലയാള പത്രപ്രവർത്തന രംഗത്ത് വലിയ കോളിളക്കം EMS പോലുള്ള ടവറിംഗ് ആയിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളെ അഭിമുഖം നടത്തിയതൊക്കെ വലിയ കോൺട്രവേഴ്സിയൊക്കെ സൃഷ്ടിച്ചുകൊണ്ടാണ്. EMS മാത്രമല്ല EK നായനാർ, K കരുണാകരൻ, VS ഇന്റർവ്യൂ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസൊക്കെ കുറുക്കിക്കൊള്ളുന്നതാണ്. രാഷ്ട്രീയ ലേഖനങ്ങളൊക്കെ കോളിളക്കം സൃഷ്ടിക്കുന്നതാണ്. അപ്പോൾ വലിയ ബന്ധങ്ങളായിരുന്നു ഈ നേതാക്കന്മാരായിട്ട്. അതുകൊണ്ട് എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരുപാട് വാർത്തകൾ അദ്ദേഹത്തിലേക്ക് എത്തുമായിരുന്നു. അതുമാത്രമല്ല അദ്ദേഹം ഒരു പാരലൽ കോളേജ് അധ്യാപകനായിട്ടാണ് തുടങ്ങിയത്. അവിടെ നിന്ന് പത്രാധിപർ, കേരളകൗമുദിയുടെ പത്രാധിപർ K സുകുമാരനെ കാണാൻ വന്ന് അദ്ദേഹമാണ് NRS ബാബുവിനെ കേരളകൗമുദിയിൽ പത്രാധിപരായിട്ട് എടുക്കുന്നത്. പിന്നീട് കലാകൗമുദി വന്നപ്പോൾ തരംഗമുണ്ടാക്കിയതിൽ അതിൻ്റെ എഡിറ്ററായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു. S ജയചന്ദ്രൻ നായർ, NRS ബാബു, MS മണി സാറിനോടൊപ്പം ഒരു ത്രയമായി കേരളകൗമുദിയുടെ ഏറ്റവും വലിയ കാലഘട്ടത്തിൽ ഏറ്റവും ശക്തമായ നേതൃത്വം നൽകിയ ആളാണ്. NRS ബാബു സാറിൻ്റെ വിയോഗത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു, ആദരാഞ്ജലി അർപ്പിക്കുന്നു. ശരി, എന്തായാലും കാലത്തിന് മുമ്പേ സഞ്ചരിച്ച വ്യക്തി, പല അവസരങ്ങളും മുൻകൂട്ടി കണ്ട വ്യക്തി, ആ രീതിയിൽ കേരളത്തിലെ മാധ്യമപ്രവർത്തന രംഗത്തെ ഒരു അതികായനൊപ്പം തന്നെ കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള നിരവധി മാധ്യമപ്രവർത്തകരുടെ കാഴ്ചപ്പാടുകളെ നിർവചിക്കുകയോട് ചെയ്ത വ്യക്തിയായിരുന്നു NRS ബാബു സാർ. അദ്ദേഹത്തിന് 24-ൻ്റെയും ആദരാഞ്ജലികൾ. PP ജെയിംസ് സാറാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.